ഏവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് പായസം തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് കഴുകി നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ല പോലെ കഴുകിയെടുത്ത് ഇതിലൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇതൊന്ന് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു വലിയ സ്റ്റീമും ഒരു ചെറിയ സ്റ്റീമും വന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മൾ 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഗോതമ്പരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഇതിലേക്ക് 3-ാം പാൽ ചേർത്താം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കിലോ ശർക്കര ഇതിലേക്ക് ചേർത്താം. ഇപ്പോൾ നമ്മൾ 1/2 കിലോ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ. അതുവരെയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതാണ്. കണ്ടു, നമ്മുടെ ശർക്കര എല്ലാം അലിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് അലിഞ്ഞു വരാനുണ്ട്. അതുവരെയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ശർക്കര എല്ലാം നല്ല പോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർത്താം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഗോതമ്പ് പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ചേർത്താം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്താം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. സൈഡൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇപ്പോൾ സൈഡൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഏലക്ക ചേർത്താം. നമ്മളിപ്പോൾ ഇവിടെ 5 ഏലക്കയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 കാഷ്യൂ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മുന്തിരി കൂടെ ചേർത്താം. നമ്മൾ ഏകദേശം ഒരു 15 മുന്തിരിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഗോതമ്പ് പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാപ്പി ഓണം. താങ്ക് യു.